KPCC ജനറൽ സെക്രട്ടറിയും അതുപോലെ തന്നെ നിയുക്ത ഉദുമ MLA-യുമായ ശ്രീ കെ നീലകണ്ഠനാണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത്. അദ്ദേഹത്തിന്റെ പേരിപ്പോൾ വാർത്തകൾ നിറയുകയാണ്. നീലകണ്ഠനോട് നമുക്ക് കാര്യങ്ങൾ നേരിട്ട് ചോദിക്കാം. നിരീക്ഷകർ വന്ന് MLA-മാരുടെ കോൺഗ്രസ് MLA-മാരുടെ താല്പര്യങ്ങൾ അറിയിച്ചു കഴിഞ്ഞു നിരീക്ഷകരോട്. അത് രേഖാമൂലം രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഇദ്ദേഹത്തിന്റെ പേര് നേരെ കോളത്തിൽ ഇദ്ദേഹം ആർക്കാണ് ആര് മുഖ്യമന്ത്രിയാണ് എന്ന് പറഞ്ഞ കാര്യം രേഖപ്പെടുത്തിയതായി കാണുന്നില്ല. ഇത് വലിയ ചർച്ചയായിരിക്കും. നീലകണ്ഠനോട് തന്നെ അല്ല, ജനവികാരം അനുസരിച്ച് കൊണ്ട് മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കണം എന്ന് കൃത്യമായി ഹൈക്കമാൻഡോട് പറഞ്ഞിട്ടുണ്ട്. അതവർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഇന്ത്യൻ എക്സ്പ്രസ്സിൽ വന്ന വാർത്തയെക്കുറിച്ച് എനിക്കറിയില്ല. ഇത് ആര് കൊടുത്തു, എങ്ങനെ കൊടുത്തു, അതിനെക്കുറിച്ച് നമുക്കൊരു അറിയില്ല. അല്ല, ഒരു പത്രത്തിൽ സ്വാഭാവികമായിട്ടും ഒരു ഫോട്ടോ സഹിതം അത് കാണുന്ന സമയത്ത് അത് വലിയ സംശയത്തിന് ഇടവരുത്തുന്ന ഒരു സാഹചര്യം. നമുക്കത് വിശ്വസിക്കാൻ പറ്റില്ല. ചില കാര്യങ്ങൾ മാധ്യമങ്ങൾ വാർത്തകൾ വളച്ചൊടിച്ച് കൊടുക്കുന്നല്ലോ, അതുകൊണ്ട് 100% വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി മെയിൽ നമ്മൾ AICC-ക്ക് മെയിൽ കൊടുത്തു കഴിഞ്ഞു. അല്ല, ഇതൊരു ഫോട്ടോ ആണ് പുറത്തു വന്നിരിക്കുന്നത്. അതിൽ ആ കോളത്തിൽ താങ്കളുടെ പേര് നേരെ മാർക്ക് ചെയ്ത് ആരാണ് വേണ്ടത് പ്രിഫർ ചെയ്യുന്നിടത്ത് കാണാം. അല്ല, ഫോട്ടോ എന്ന് പറഞ്ഞാൽ ആ ഫോട്ടോത്തിനകത്തും കൃത്രിമത്വം നടത്താൻ പറ്റുമല്ലോ, ഒരു വിഷയങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി. താങ്കൾ മെയിൽ ചെയ്തതിൽ എന്താ പറയുന്നത്? അല്ല, അത് പറയാൻ പറ്റില്ലല്ലോ നമ്മളോട്. അല്ലെങ്കിൽ അതിൽ സൂചിപ്പിച്ച കാര്യങ്ങൾ സൂചനകൾ പറയാം. അല്ല, നമ്മൾ മുഖ്യമന്ത്രിയെ ജനവികാരം മാനിച്ചുകൊണ്ട് തീരുമാനിക്കണം. ആ പേര് നമ്മൾ കൃത്യമായി പറഞ്ഞ് അവിടെ ഹൈക്കമാൻഡിനെ ധരിപ്പിച്ചിട്ടുണ്ട്. അതിനകത്ത് ഒരു ബ്ലാങ്ക് ഇട്ട് അതിനകത്ത് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞതിന് അർത്ഥമില്ലല്ലോ. അല്ല, നീലകണ്ഠേട്ടൻ അവിടെ ഈ ഒരു പ്രോസസ്സിന്റെ ടൈമിൽ നിരീക്ഷകർ വന്ന സമയത്ത് ഇത് കൃത്യമായി രേഖപ്പെടുത്തി കൊടുത്തു. രേഖപ്പെടുത്തി കൊടുത്ത് നിങ്ങളൊരു മാധ്യമങ്ങളിൽ ഇങ്ങനെ ഒരു വാർത്ത കാണുന്നതിന് നമുക്കത് അതിനോട് യോജിക്കാൻ പറ്റില്ല. നമ്മൾ കൃത്യമായി രേഖപ്പെടുത്തിയ വിഷയമാണത്. എങ്ങനെ ആ ഫോട്ടോയിൽ കാണുന്ന പോലെ തന്നെയാണ് ഈ കോളത്തിന്റെ ഇതുള്ളത്? ആ രീതി ഞാൻ അത് ശ്രദ്ധിച്ചില്ല. അത് അവരെഴുതുന്നല്ല. ഫോട്ടോ കണ്ടോ? ഇതിന്റെ ഫോട്ടോ വിളിച്ച് വാട്സപ്പിൽ അയച്ചു. ഞാൻ കണ്ടു. അല്ല, ആ രീതിയിൽ തന്നെയാണോ താങ്കൾ രേഖപ്പെടുത്തിയ പേജ്? നമ്മൾ ഫ്രണ്ട് ഇങ്ങനെ പറഞ്ഞ അവരപ്പുറത്ത് ഇരിക്കുമ്പോൾ അവർ എഴുതി നോക്കേണ്ട ആവശ്യമില്ല. കോളത്തിൽ താങ്കൾ സ്വയം രേഖപ്പെടുത്തേണ്ട ആവശ്യമില്ല. അവർ രേഖപ്പെടുത്തലാണ്. ഇപ്പോൾ പാർലമെന്ററി പാർട്ടി യോഗം ചേർന്നുകൊണ്ട് നമ്മൾ ഹൈക്കമാൻഡിനോട് മുഖ്യമന്ത്രി തിരഞ്ഞെടുക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു. ആ പ്രമേയം അങ്ങ് പാസ്സാക്കി. പിന്നെ ഒറ്റയ്ക്ക് നമ്മൾ അഭിപ്രായം പറഞ്ഞു, അത് രേഖപ്പെടുത്തി ഞങ്ങൾ വന്നു. അല്ല, വലിയൊരു ചർച്ചയാണ് ഇപ്പോൾ കേരളത്തിൽ നടക്കുന്നതിനുള്ള കാര്യം അറിയാം. മാധ്യമങ്ങൾ നിറഞ്ഞു നിൽക്കുന്നത്, അതായത് കോൺഗ്രസിന്റെ MLA-മാരിൽ നിന്നും ആരാണ് വേണ്ടതെന്നതും അതുപോലെ തന്നെ അത് ഹൈക്കമാൻഡില്ലല്ലോ. മാധ്യമങ്ങളാണല്ലോ മുഖ്യമന്ത്രി ചർച്ചകൾ കൊണ്ടുവന്നത്. മാധ്യമങ്ങളല്ലല്ലോ. 3 പേരുടെ പേരുകൾ ഇപ്പോൾ ഉയർന്ന് കാണുന്നുണ്ട്. ആഗ്രഹിക്കാമല്ലോ, മുഖ്യമന്ത്രി ആവാൻ ആർക്കും ആഗ്രഹിക്കാമല്ലോ. കഴിഞ്ഞ ദിവസം VD അനുകൂല ഫ്ലക്സ് പിടിച്ചുകൊണ്ടുള്ള പ്രകടനം അടക്കം കൊച്ചിയിലടക്കം നടന്നു, കണ്ണൂരിലൊക്കെ. അതിനിടയിലാണ് ഇപ്പോൾ വലിയൊരു ചരിത്ര വിജയം നേടിയ താങ്കളുടെ നിയുക്ത MLA-യുടെ പേരിന് നേരെ അത് കോളം ബ്ലാങ്കായി കാണുന്നത്. അത് AICC അന്വേഷിക്കട്ടെ. താങ്കൾക്ക് അത് രേഖപ്പെടുത്തിയെന്ന് വിശ്വാസമുണ്ട്? 100% വിശ്വാസമുണ്ട്. താങ്കൾ ഏത് ഭാഗത്തേക്കാണ് നിലപാട് പറയുന്നത്? അല്ല, നിലപാട് ഹൈക്കമാൻഡ് ധരിപ്പിച്ച പിന്നെ അത് പൊതുസമൂഹത്തോട് ഇപ്പോൾ പറയേണ്ട ആവശ്യമില്ലല്ലോ. എങ്കിലും പുറത്തുള്ള ജനവികാരം മനസ്സിലാക്കിക്കൊണ്ട്, അതെ, ജനവികാരം മാനിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ഹൈക്കമാൻഡിനോട് പേര് പറഞ്ഞിട്ടുള്ളത്. അതിനകത്തൊന്നും മാറ്റമില്ല. അത് കേരളം ആഗ്രഹിക്കുന്ന പേര് തന്നെ. കേരളത്തിലെ ഭൂരിപക്ഷം വരുന്ന കോൺഗ്രസ് പ്രവർത്തകർ ആഗ്രഹിക്കുന്ന പേരാണ്. കേരളത്തിലെ ഭൂരിപക്ഷം വരുന്ന കോൺഗ്രസ് പ്രവർത്തകർ ആഗ്രഹിക്കുന്ന പേരാണ്. അതെ. കോളം ഇപ്പോൾ ബ്ലാങ്കായി കിടക്കുന്ന വലിയ സംശയങ്ങൾക്ക് ഇടയാക്കി. അതിനെക്കുറിച്ച് ബ്ലാങ്കിനെ കുറിച്ച് ഞാൻ പറയുന്നില്ല. എന്തായാലും പരാതി അറിയിച്ചു കഴിഞ്ഞു AICC നേതൃത്വത്തെ. ഇദ്ദേഹം നിയുക്ത MLA കെ നീലകണ്ഠൻ രേഖപ്പെടുത്തിയ പേര് ആരാവണം മുഖ്യമന്ത്രി എന്ന സ്ഥാനത്ത് ബ്ലാങ്ക് ആയതാണ് വലിയ വിവാദങ്ങൾക്ക്, ചർച്ചകൾക്കൊക്കെ ഇപ്പോൾ വഴിയുറന്നിരിക്കുന്നത്. മുഖ്യമന്ത്രി ആരാകണമെന്ന ചർച്ച പുരോഗമിക്കുന്നതിനിടയിലാണ് ഈ ഒരു വിഷയം വന്നത്. അതിൽ അദ്ദേഹം ബന്ധപ്പെട്ട AICC നേതൃത്വത്തിന് പരാതി നൽകിയെന്നാണ് പറയുന്നത്. ഭൂരിപക്ഷം വരുന്ന കോൺഗ്രസ് പ്രവർത്തകരും ആഗ്രഹിക്കുന്ന പേരാണ് താൻ രേഖപ്പെടുത്തിയിട്ടുള്ളതെന്നും അദ്ദേഹം പേരെടുത്ത് പറയാതെ പറഞ്ഞു കഴിഞ്ഞു. കാസർഗോഡ് നിന്നും ക്യാമറമാൻ സതീഷ് ഉദുമയ്ക്കൊപ്പം അനൂപ് നീലേശ്വരം, അമൃത ന്യൂസ്.